ഞാൻ ചേച്ചിയിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോകാൻ പോവാണ്. കൊല്ലം അഞ്ചൽ ടു കൊച്ചി നെടുമ്പാശ്ശേരിയാണ് പോകുന്നത്. നമ്മളെ ഉമ്മച്ചും ഒരു ജോലിയാണ്, അപ്പം ലീവ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് കൊണ്ടാക്കാൻ പോവാണ്. അപ്പം ഉമ്മച്ചമ്മയുടെ ജോലി സ്ഥലം അബുദാബിയിലാണ്. അപ്പം നമ്മളിന്ന് കൊച്ചി എറണാകുളത്ത് എയർപോർട്ടിലാണ് പോകുന്നത്. അപ്പം ഇനി യാത്രകൾക്ക് ശേഷം കാണാം. ബൈസ്, എൻ്റെ പേര് ജസിൻ. ഞാൻ പഠിക്കുന്ന 4D ആയിരുന്നു. ഇനി ഞാൻ പരീക്ഷ കഴിഞ്ഞ് ഇനി ഞാൻ 5Dയിലാണെന്ന് തോന്നുന്നു. അപ്പം മുഹമ്മദ് ജസിൻ അത്രേ ഉള്ളൂ. ഇനി എൻ്റെ ചേട്ടനെ കാണിക്കാം. അതാണ് എൻ്റെ ചേട്ടൻ. പേര് ഗൈസ്, എൻ്റെ പേര് ജാസിൻ. ഞാൻ കൊല്ലം അഞ്ചൽ വെസ്റ്റിൽ പഠിക്കുന്നു. ഏഴാം ക്ലാസ് 7D ക്ലാസ്. ഇനി 8ലോട്ടായാണ്. അപ്പോൾ ഇനി എൻ്റെ ഉമ്മായെ എൻ്റെ വാപ്പായെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഉമ്മായെയും കാണിക്കാം. കൂടാതെ എൻ്റെ കുഞ്ഞുമ്മായും എൻ്റെ കുഞ്ഞുമ്മയുടെ മോനും ഉണ്ട്, കാണിക്കാം. അതാ ഗൈസ്, ഇനി ഞാൻ എൻ്റെ വാപ്പായെ പരിചയപ്പെടുത്താം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ വാപ്പ. എൻ്റെ ഹായുടെ വാപ്പ. വാപ്പയുടെ പേര് സാജു. അഞ്ചൽ മാർക്കറ്റിലാണ് കച്ചവടമാണ്. ഇനി എൻ്റെ ഉമ്മയെ ഞാൻ കാണിക്കാം. ഗൈസ്, ഇതാണ് എൻ്റെ ഉമ്മ. ഒരു ഹായുടെ ഉമ്മ. പേര് നാദിയ. ഇൻസ്റ്റയിൽ ചെറിയൊരു ഇതാണ്. ഞാൻ പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലിട്ട് കിടക്കാം. നമ്മളെല്ലാം സെറ്റാക്കി നമ്മുടെ ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് ട്രെയിനും മറ്റു കാര്യങ്ങളൊന്നുമല്ല, കാറിലാണ് പോകുന്നത്. അപ്പം കാർ താണ്ട ഇവിടെ എടുക്കാൻ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പാപ്പത വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അവരൊക്കെ ഇനി ഇറങ്ങി വരണം. ഞാൻ എന്താ ബാഗ് എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കാറെടുത്ത് നമ്മൾ യാത്രയിലോട്ട് കിടക്കാം. അപ്പോൾ ഇപ്പോൾ സമയം 3:15. ഇപ്പോഴാണ് നമ്മൾ ചോറ് കഴിക്കാൻ പോണത്. ചോറ് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ, കൊട്ടാരക്കരയിലാണ് വന്നിരിക്കുന്നത്. ഒരു കള്ളിച്ചാപ്പിലാണ് ചോറ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പം ചോറ് വന്നിട്ട് ചാറും സലാഡും ഉണ്ട്, തോരൻ ഐറ്റങ്ങളും, പിന്നെ ചോറും വന്നിട്ടുണ്ട്. ഇനി ബീഫ് പറഞ്ഞിട്ടുണ്ട്. ഇനി ബീഫും കൂടെ വരാനുണ്ട്. ബീഫും കൂടെ വന്നിട്ട് പോയാൽ ഇതാണ് എൻ്റെ ഉമ്മുമ്മ. ഒരു ഹായുടെ ഉമ്മയാണ്. ഓക്കെ, ഇനി ബീഫും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി കാണാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡ് അവരൊക്കെ കഴിക്കുന്നതേ ഉള്ളൂ. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് അവർ വരും. അപ്പോഴത്തേക്ക് അത് വന്നിട്ടേ ഇവിടെ നമ്മൾ പോകത്തുള്ളൂ. ഇനി ഒരുപാട് യാത്രയുണ്ട്. യാത്രയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി കാണാം. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ പോകുന്നതാണ്. കടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പാപ്പ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്രയിലോട്ട് കടക്കുകയാണ്. ഞാൻ കാറിൽ വെച്ച് വീഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കാറിനകത്ത് പാട്ടിടുന്നുണ്ട്. അതിൻ്റെ കോപ്പിറൈറ്റ് ഞങ്ങളെ ചാനലിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കാർ വെച്ച് വീഡിയോസൊന്നും ഇടാത്തത്. ഇനി ഞാൻ മാക്സിമം ഇടാൻ നോക്കാം. ഇത് ഞാൻ 2 പാർട്ടായിരിക്കും ചെയ്യുന്നത്. പോകുന്നതും വരുന്നതുമായിട്ട് ഓരോ പാർട്ട് വെച്ചായിരിക്കും ചെയ്യുന്നത്. മുമ്പായ നാളെയാണ് ഉണ്ടാക്കുന്നത്. റൂം എടുത്ത് ഇന്ന് അവിടെ സ്റ്റേ ആയിരിക്കും ഞങ്ങൾ. അപ്പം ഇന്ന് നേരത്തെ വെച്ചാൽ മാക്സിമം നോക്കും. ഇത് കോട്ടയമാണ്, കോട്ടയം പാലം. അപ്പൊ ഇനി എയർപോർട്ടിന്റെ ഒക്കെ ആ ഭാഗത്തൊക്കെ എത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ്, ഇപ്പൊ സമയം 8 മണിയായി. നമ്മൾ ഇത്രയും നേരമായിട്ട് എത്തിയില്ല. ഇനി ഒരു 45 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ നമ്മള് ടോയ്ലറ്റിൽ പോകാനായിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഐസ്ക്രീം എന്തെങ്കിലും കുടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്രയിലോട്ട് കിടക്കുന്നതായിരിക്കും. കാറിനകത്ത് വെച്ച് എനിക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇനി ഞാനാണെങ്കിൽ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഞാൻ ഈ വീഡിയോ എടുക്കാം. ഓക്കെ, ഇത് എയർപോർട്ട് റോഡാണ്.
ഫുള്ള് കാണിച്ചു തരാം. ഏത് തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല, മഴവിൽ ചാന്ത് തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ. ഏത് തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല, മഴവിൽ രാത്രി 10 മണിയായി. എന്റെ സ്വന്തം മണമകൾ. എയർപോർട്ടിൽ കയറിയിട്ടില്ല. എയർപോർട്ട് റോഡാണിത്. മഞ്ഞളും പൂശിവാ നിന്റെ മച്ചാൻ നീ വെച്ചൊരു ഇവിടെ കട്ടിങ് ഉണ്ട്. ടോൾ ഗേറ്റ് കയറണ്ടല്ലോ. റൂം എടുത്തിട്ട് ഇന്റർവ്യൂട്ട് വീഡിയോ ഇട്ട് ചെയ്യുക. പിന്നെ നാളെ അടുത്ത വാർത്ത താഴെ പറഞ്ഞതിന് ശേഷം ഈ ഒന്നുമില്ല നോക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലും സഹായിക്കാൻ ചെയ്യും. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കും കൂടെ അമർത്താൻ നോട്ടിഫിക്കേഷൻ പുതിയൊരു വീഡിയോ കാണാം. ബൈ ബൈ.